നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി. ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പലർക്കും വസ്ത്രം മാറുന്നത് പോലെയാണ് പാർട്ട്ണർഷിപ്പ് മാറുന്നത്. ഇത്രയും വേണം കുറച്ച് കടുപ്പത്തിൽ. സ്ത്രീ ഒരു ഭർത്താവിനെ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം കെയർ ചെയ്തത് അതിന്റെ അപ്പുറത്തേക്ക് കെയർ ചെയ്ത് സ്നേഹിക്കുന്ന ആൾക്കാരുകളുണ്ട്. ഒരു അങ്ങനെ പറഞ്ഞ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുമ്പോൾ അവർ അത്രയും പ്യൂർ ആയിട്ട് ഒരു എക്സാമ്പിൾ ആരുടെയൊക്കെ പറയാൻ പറ്റും? ഊക്കിയല്ലോ ഇതേപോലെ ഇങ്ങനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കപ്പിളായിട്ട് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ. എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ചോദിക്കുമ്പോ കൗതുക ലേശം കൂടുതലാണ്. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പോയിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു കയ്യബദ്ധം. ഈ അവിടെ കടന്ന് തൂറി മെഴുക് തൂറിയിട്ട് അങ്ങോട്ട് തേക്ക് അങ്ങോട്ട് ഇരുന്ന് നരങ്ങ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും കളെ അനക്ക് എന്റെ കമ്മൂട്ടിയല്ല കമ്മ്യൂണിറ്റി കേട്ടോ. ഈ പിന്നെ ചൂടാണ്ട് കമ്മ്യൂട്ടിയിൽ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർക്ക് കുറെ കൂടുതൽ എന്നിട്ട് തന്നെയില്ല. എന്താ ഈ കൊഞ്ഞണം കുത്തുന്നത്? ഈ നേരിട്ട് പറഞ്ഞാൽ ആണല്ലേ അതല്ല ഞാനാണ് ദാസപ്പോ അതേ രൂപത്തിലാണ് സംസാരിച്ചാളെ. എന്തിന് ഒരുപാട് ആൾക്കാരിന്റെ കമ്മൂട്ടിയില് വന്നത്തെ ഈ വായ പൊളിച്ച പച്ച നുണയല്ലാതെ പറയില്ല, പച്ചത്തെറി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? പാച്ചത്തെറി പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഒന്നുമില്ല. അനാവശ്യം പറയാൻ അന്നെ കഴിച്ച ആളുണ്ടാവുള്ളൂ. ഈ ശരിക്കും തെറിയൻ ജാസിയ നിൽക്കുന്നുണ്ട്. പണ്ടുള്ള മറ്റൊന്നാണ് അവർ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് അവരെന്തായിട്ട് അവർ കപ്പിളായിട്ട് ജീവിക്കുന്നുണ്ട്. അവറ്റങ്ങൾക്ക് ഒന്നിലുമില്ല. അവറ്റങ്ങൾ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, സമാധാനമായിട്ട് ജീവിക്കുന്നു. നിങ്ങളുടെ പോലെ ഈ ആളുകളുടെ മുന്നിൽ വന്ന് തൂറി മെഴുകി കണ്ടവരെയൊക്കെ തെറിയും വിളിച്ച് എനിക്ക് പറഞ്ഞത് വിറ്റങ്ങൾ ട്രാൻസ്ജെൻഡർമാരായ അവർക്കുള്ളതാ. ഈ വെറും രാജപ്പൻ തന്നെയാണ് ശരിക്കും. ഈ ഒരാണാ ഞാൻ എല്ലാം തുറന്നു പറയുന്ന ജാസിൽ മുഹമ്മദ് ജാസിൽ ആണ്. അത് മതി, അതിക്ക് മേലേക്ക് പോണ്ട, അങ്ങോട്ടൊന്നും ആയിട്ടില്ലെങ്കിൽ. എന്നിട്ട് ഇരുന്നിട്ട് കമ്മ്യൂണിറ്റിയിലില്ലേ നമ്മളെ കമ്മ്യൂണിറ്റിയില് എന്ത് സന്തോഷായി, നല്ല സന്തോഷായി. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. ഒരു നാണമില്ലാത്ത കൂസൻ എന്തിനാ എന്നെ പറയുന്നു? മുതലും പലിശ ചേർത്ത് എടാ നാറി, നിനക്ക് നാണമുണ്ട്?